പുകാക്കാന്നാ വിളിക്കുന്നത്. പുകാരനോട് ആര് പറഞ്ഞ്? നീ എന്നെ വിളിച്ച് പറഞ്ഞ്. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, എനിക്കൊരു ഓർമ്മയില്ല. സംഭവം ഒരാൾ വന്ന് കാറ് നിർത്തി, അയാൾ ഇറങ്ങാൻ വേണ്ടി കാറ് നിർത്തലും ഡോറ് തുറക്കലുമായിരുന്നു. എന്നാൽ പുറകോട്ട് നോക്കണ്ടേ. ഇത് ഞാൻ എല്ലാവരോടും ഒരു ഉപദേശം എന്നുള്ള നിലക്ക് ഒരു സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി പറയാണ്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡോറ് തുറക്കുന്നതിന് മുമ്പ് ഒന്ന് മിററിൽ നോക്കിയേക്കണം ബാക്കിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. ഒരു ആയിരക്കണക്കിന് പേര് ഇതുപോലെ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ വാഴക്കാലയിൽ വെച്ചിട്ട് ഒരു 1.5 വർഷം മുമ്പ് ഇതുപോലെ ഒരാൾ കാറിന് ഡോറ് തുറന്ന് ഒരു ബൈക്കുകാരൻ വന്നു ഇടിച്ചു, നേരെ ലോറിയുടെ അടിയിൽ പോയി, തലയിൽ കൂടെ ലോറി കയറിപ്പോയത്. ഇപ്പം മിനിയാന്നൊരാൾ ഇത് കണ്ടാണ്, ഇപ്പോൾ റോബിൻ ചോദിച്ച പോലെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഒരു ഫ്രണ്ട് 8 വർഷമായിട്ട് കിടക്കുകയാണ് നട്ടിൽ പോയിട്ട്. ഞാൻ 9ാം ദിവസമാണ് ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കണത്. ദൈവഭാഗ്യം. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. അതെ അതെ അതെ. സാമ്പത്തികമായിട്ടല്ല, അതല്ല, അവരുടെ കഴിവ് പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടി മാർഗങ്ങൾ കാണിച്ച് പിടിച്ച് ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മളത് പോലും കണ്ടുമുട്ടിയത് അങ്ങനത്തെ ഒരു കാഴ്ചയല്ലേ കോഴിക്കോട് വെച്ചിട്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ദൈവം എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആൻസറെ ഞാനിത് പറഞ്ഞപ്പോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള ഒരു കാര്യം, ന്യൂസിലൻഡില് ഇത്തരം ഈ ഡോറ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ന്യൂസിലൻഡ് സർക്കാർ ആവിഷ്കരിച്ച ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ അത് പ്രേക്ഷകരുമായി പങ്കിടുകയാണ്. ഞാൻ ഒരിക്കൽ വായിച്ച ഒരു കാര്യമാണ് അത്. നമ്മളിപ്പം ഡോറ് തുറക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഗ്ലാസ് നോക്കിയിട്ടോ അല്ലാതെ പെട്ടെന്ന് തുറക്കല്ലേ, അതിന് പകരം ഇടത്തെ കൈ കൊണ്ട് തുറക്കാനുള്ള ഒരു സംവിധാനം. ഇടത്തെ കൈ കൊണ്ട് തുറക്കുമ്പോൾ ഇങ്ങനെ ബോഡി ചെരിയുകയും അവിടുന്ന് വരുന്ന വാഹനം കാണുകയും ചെയ്യും. അപ്പോൾ ഈ കാണുന്ന ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ, പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് വലത് കൈ കൊണ്ട് ഡോർ തുറക്കുന്നതിന് പകരം ഇടത് കൈ കൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ബോഡി തിരിയുകയും നമുക്ക് അവിടുന്ന് വരുന്ന വാഹനങ്ങൾ കാണുകയും ഈ അപകടം ഒഴിവാക്കുകയും. വളരെ നല്ല മെസ്സേജാണിത്. ഇടയ്ക്ക് വാട്സാപ്പിൽ ഇത് വന്നിരുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാളുടെ ജീവിതം, ഒരു കുടുംബത്തിൻ്റെ ജീവിതം പോകുന്ന കാര്യമാണിത്. ഞാൻ ഇത് സംഭവിച്ചതെന്ന് അറിയോ, ലുലുവിൻ്റെ അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ ഇയാൾ ഡോറ് തുറക്കുകയും ഞാൻ സ്കൂട്ടറിൽ വരിക, എന്നെ ഇടിച്ച് തെറിച്ച് വീണത് കറക്റ്റ് ഒരു ഓട്ടോറിക്ഷ വന്നു. എനിക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിലൊക്കെ ഇടിച്ച് വീണു. ഹെൽമെറ്റാണ് ഓട്ടോയിൽ മുട്ടിയത്. ഹെൽമെറ്റ് ഇടിച്ച് ഞാൻ വീണു. ഓട്ടോറിക്ഷക്കാരൻ നോക്കി ഞാൻ വീണ, അയാൾ മനസ്സിലാക്കി, അയാൾ വണ്ടി വിട്ട് കളഞ്ഞു, നിർത്തിയില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സ്നേഹവും ഞാൻ മറക്കാത്തൊരു മനുഷ്യനും അദ്ദേഹമാണ്. എനിക്ക് അങ്ങേരോടെ ഇഷ്ടം. കാരണം എന്തറിയോ, ഈ ഓട്ടോ അവിടെ വന്നുകൊണ്ടാണ് തൊട്ടടുത്ത് ബസ് ഉണ്ടായിരുന്നത്. ഈ ഓട്ടോയുടെ തൊട്ടിപ്പുറം ബസ് ഉണ്ടായി. ഓട്ടോ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ബസ്സായിരുന്നേനെ. ഞാൻ നേരെ ബസ്സിൻ്റെ അടിയിൽ പോയേനെ. ഇന്ന് ഇൻ്റർവ്യൂവിന് ഇരിക്കാൻ പറ്റൂലായിരുന്നു. ശരിക്കും ദൈവാനുഗ്രഹം. രക്ഷപ്പെടാൻ കാരണം അൻസാറ്